ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു എയിൻസ് വ്ലോഗ്. അപ്പൊ യു എയിൽ നമ്മുടെ ഫസ്റ്റ് ഡേ തുടങ്ങുന്നത് അനിയന്മാർ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന സിൽവർ പോയിന്റ് പ്രിന്റിംഗ് പ്രസ്സിൽ നിന്നാണ്. അപ്പൊ അവര് ഫസ്റ്റ് ഡേ തന്നെ പറഞ്ഞായിരുന്നു എവിടെ പോണതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യമേ കമ്പനിയിൽ വരണം, കമ്പനിയിൽ അവരുടെ സിഇഒനെ പരിചയപ്പെടണം, MD പരിചയപ്പെടണം, പിന്നെ അവിടെയുള്ള വർക്കേഴ്സ്, അവരുടെ റൂംമേറ്റ്സിനെ ഒക്കെ പരിചയപ്പെട്ടിട്ട് തുടങ്ങാന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി കമ്പനിയിലേക്കാണ് പോയത്. കമ്പനിയിലെ അനിയന്മാരെല്ലാ സ്ഥലവും കാണിച്ചു തന്നു. അത് കാർട്ടൺ ബോക്സിന്റെ കമ്പനിയാണ്. അപ്പൊ അവരിപ്പൊ ചെയ്യുന്നത് പെർഫ്യൂം ബോക്സ് ആണ്. അപ്പൊ അത് അവരുടെ പാക്ക് ചെയ്യലും ഒക്കെയാണ്. ഇപ്പൊ എനിക്കൊന്ന് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു ഞങ്ങൾ അവിടെ കണ്ടത്. അതിനുശേഷം ഞങ്ങൾ പോയത് മെഗാ മാളിലേക്കാണ്. മെഗാ മാളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യമേ തന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് സിം എടുക്കാനാണ് നോക്കിയത്. അപ്പോൾ ഒരനിയന് 29 വയസ്സ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ആ ഒരു ഓഫറിൽ ഞങ്ങൾക്ക് 3 സിം കിട്ടി 50 ദിർഹത്തിന്. അത് കൃപമോളുടെ സിം എടുത്തപ്പോൾ അതിൽ കുടുങ്ങുകയും ചെയ്തു. പിന്നെ അവർ വന്നത് ഓപ്പൺ ചെയ്താണ് കൃപമോളുടെ സിം എടുത്തത്. അതിനുശേഷം ഞങ്ങൾ സിം ആക്ടിവേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു OC ഹോം ഡെക്കേഴ്സിലാണ് കയറിയത്. അവിടെ എൻ്റെ അമ്മ ഒന്നും പറയാനില്ല, അടിപൊളി കളക്ഷൻസ്, ഡെക്കറേഷൻ ഐറ്റംസ് മുതൽ ബെഡ്, സോഫ സെറ്റ് എല്ലാം ഒരുപാട് ഡിസ്കൗണ്ടോട് കൂടിയാണ് കൊടുത്തിരുന്നത്. അതെല്ലാം ഞങ്ങൾ ഉള്ളിൽ കയറി ഓരോ സെക്ഷൻ വെച്ച് തന്നെ കണ്ടു. ടീപ്പോ സെറ്റ്, സോഫ സെറ്റ്, ബെഡ് സെറ്റ്, അതുപോലെ സ്പെഷ്യൽ ചെയറുകൾ, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോയത് ഒരു ഗെയിമിംഗ് സെക്ഷനിലേക്കാണ്. നമ്മുടെ ലുലു മോളിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ഫ്ലോർ ഫുള്ള് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് 50 ദിർഹത്തിന് ഒരു കാർഡ് എടുക്കണം. അതിനുശേഷം ഒരു 130 മുതൽ സ്റ്റാർട്ടിങ് മുതൽ പാക്കേജസ് നമുക്ക് ഓഫർ ചെയ്യാം. അതിന് ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പിള്ളേർക്ക് അവിടെ കയറി കളിക്കാം. പിന്നെ ഞങ്ങൾ വിക്ടോറിയ സീക്രട്ടിന്റെ പെർഫ്യൂമിന്റെ ഷോറൂം കണ്ടു. അപ്പൊ അവിടെ കുറച്ചു നേരം നിന്നു. പിന്നെ ഒരുപാട് ടെക്സ്റ്റൈൽസ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോരുമായിരുന്നു. പോരുന്നതിന് മുമ്പായിട്ട് ഫുഡ് കഴിച്ചു. പക്ഷെ അവിടെ നിന്ന് പോരുമ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടാക്സി എടുത്താണ് റൂമിലെത്തിയത്. അപ്പൊ ഡേ ടു ഡേ സ്റ്റാർട്ട് ചെയ്തത് അജ്മാൻ വിസിറ്റോട് കൂടിയായിരുന്നു. ഞങ്ങൾ അജ്മാനിൽ ഒരു ഇന്റർനാഷണൽ സ്കൂൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അവിടെ ആദ്യമേ തന്നെ ഫുട്ബോൾ ഗ്രൗണ്ട് കണ്ടപ്പോ തന്നെ കുട്ടു നേരെ ഫുട്ബോൾ ഗ്രൗണ്ടിലേക്കാണ് ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ സ്കൂളിന്റെ ഫുൾ വീഡിയോസ് കാണിക്കുന്നില്ല. അവിടെ ഞങ്ങളൊരു 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം അപ്പൊ കുട്ടുവിന് നന്നായിട്ട് വിശന്നു. അപ്പോ മോങ്കുട്ടൻ പറഞ്ഞു അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു നാടൻ റെസ്റ്റോറന്റ് ഉണ്ട്, നല്ല അടിപൊളി ഫുഡാണെന്ന്. അങ്ങനെ നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. അവിടെ ചെന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് മോങ്കുട്ടനും ഞാനും പൊതിച്ചോറാണ് ഓർഡർ ചെയ്തത്. കൃമോളും കുട്ടുവും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ചിക്കൻ ബിരിയാണി അടിപൊളിയായിരുന്നു. പക്ഷെ കഴിച്ചു തീർക്കാൻ പറ്റാത്തത് കാരണം ഞങ്ങൾ ബാക്കി പാർസൽ വാങ്ങിച്ചു. ചോറിന്റെ കൂടെ തോരൻ, തൈര്, മീൻകറി, സാമ്പാർ, പരിപ്പ്, മുട്ട വറുത്തത്, മീൻ വറുത്തത് ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു സ്പെഷ്യൽ ആയിരുന്നു. വെറും 10 ദിർഹവും 12 ദിർഹവും അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10 ദിർഹത്തിന്റെ ഊണും 12 ദിർഹത്തിന് ബിരിയാണിയുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അതുപോലെ ഞങ്ങള് ഒരു കോക്ക് വാങ്ങിച്ചു കൊച്ചിന് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. തിരിച്ചിറങ്ങുമ്പോഴും കൃമോള് നേരെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ടാക്സി വന്നു, ഞങ്ങൾ അതിൽ കയറി തിരിച്ച് റൂമിലെത്തി. പക്ഷെ ഇന്നത്തെ ദിവസം ഇതോടുകൂടി തീരുന്നില്ല. ഞങ്ങൾ വൈകിട്ടത്തേക്ക് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. കസിൻ സിസ്റ്ററും ഷാർജ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സെക്കൻഡ് ഡേയിലെ ഈവനിങ് വിസിറ്റ് ഷാർജയിലെ കസിൻ സിസ്റ്ററിന്റെ വീട്ടിലേക്കാണ്. അപ്പൊ ഞങ്ങളെ കസിനും മോനും കൂടി വന്ന് പിക്ക് ചെയ്തു. പിന്നെ ജിപ്സയുടെ വീട്ടിലേക്കായിരുന്നു ഞങ്ങൾ പോയത്. പോകുന്ന വഴി അടിപൊളി ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. കാരണം എനിക്ക് പഴംപൊരി വീക്ക്നെസ് ആണെന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങള് പഴംപൊരിയും ചായയും കുടിക്കാൻ വേണ്ടി കടയിൽ കയറി. അടിപൊളി, നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന പോലെ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു ആ പഴംപൊരിക്ക്. ഒരു വ്യത്യാസം എനിക്ക് തോന്നിയില്ല. മദ്രസയിൽ കിട്ടാത്തതുമാണ് ഈ പഴംപൊരി. അതുകൊണ്ട് തന്നെ കിട്ടിയ വഴി ഞാൻ എടുത്ത് കഴിക്കാൻ തുടങ്ങി. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു നാടൻ പഴംപൊരിയും കട്ടൻ ചായയും. കുട്ടു വന്നില്ല, കാരണം കുട്ടു മോങ്കുട്ടിന്റെ റൂമിൽ പോയി PS5 ഗെയിം കളിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി മാത്രമാണ് പോയത്. പിന്നെ ഇവിടുന്ന് നേരെ പോയത് ജിപ്സയുടെ വീട്ടിലാണ്. ജിപ്സയുടെ വീട്ടിൽ പോയിട്ട് നല്ല നാടൻ കപ്പയും മീൻകറിയും കൂട്ടിയാണ് ചോറുണ്ട്. അതിനുശേഷം കപ്പ, മീൻകറി ആ ഒരു സ്പെഷ്യൽ ആയിരുന്നു അവൾ ഞങ്ങൾക്ക് വേണ്ടി കരുതിയിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് അത് ഞാൻ വീഡിയോ എടുത്തില്ല, അതുകൊണ്ട് തന്നെ ഈ പഴംപൊരിയുടെ വീഡിയോ ഞങ്ങൾ ത്രൂ ഔട്ട് ഇട്ടത്. പിന്നെ ഞങ്ങള് ഫുഡെല്ലാം കഴിഞ്ഞ് അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഡേ ടു ഡേ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്കായിരുന്നു.
ആ ഷോപ്പും അതും അടിപൊളി, വളരെ കുറഞ്ഞ പൈസയ്ക്കാണ് നമുക്ക് അവിടെ സാധനം. നിങ്ങൾക്ക് കാണാൻ ഡേ അടുത്തേക്ക് ഞങ്ങൾ പോകുന്തോറും ജിപ്സ ഇങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. എല്ലാ സാധനവും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടും എന്നുള്ളത്. അവിടുന്ന് ഞങ്ങൾ വാങ്ങിയത് കൂട്ടുന്നൊരു ഗിറ്റാർ, പിന്നെ ജിപ്സയ്ക്ക് അവരിവിടെ സ്റ്റേ ആണല്ലോ ഫാമിലിയോടുകൂടി, അപ്പൊ അങ്ങനെ കുറച്ച് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനമൊക്കെയാണ് വാങ്ങിച്ചത്. ഇനി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ, ഗുഡ് നൈറ്റ്.